ഗോൽക്കൊണ്ടയുടെ ഉത്ഭവം 11-ാം നൂറ്റാണ്ടിലാണ് ആരംഭിക്കുന്നത്. കാകതീയ സാമ്രാജ്യത്തിലെ പ്രതാപരുദ്രൻ നിർമ്മിച്ച ഒരു ചെറിയ മണ്ണുകോട്ടയായിരുന്നു ഇത്. തെലുങ്കിലെ ഇടയന്മാരുടെ കുന്ന് എന്നർത്ഥമുള്ള ഗൊല്ലക്കൊണ്ടയിൽ നിന്നാണ് ഗോൽക്കൊണ്ട എന്ന പേര് ഉത്ഭവിച്ചത് എന്ന് കരുതപ്പെടുന്നു. പിന്നീട് കാകതീയ ഭരണാധികാരി ഗണപതി ദേവൻ 1199-1262 കാലഘട്ടങ്ങളിൽ അവരുടെ പടിഞ്ഞാറൻ പ്രദേശത്തെ പ്രതിരോധിക്കാൻ ഒരു കല്ലുകൊണ്ടുള്ള കോട്ട നിർമ്മാണം ആരംഭിച്ചു. പിന്നീട് 1518-ൽ കുത്തുബ് ഷാഹി സാമ്രാജ്യത്തിലെ സുൽത്താൻ ഖുലി ഈ കോട്ടയെ ഒരു വലിയ കോട്ടയായി വികസിപ്പിക്കുകയും നഗരത്തെ ഗോൽക്കൊണ്ട സുൽത്താനേറ്റിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വാറങ്കൽ രാജാവ് ഒരു സനത് വഴി കോട്ട ബ്രാഹ്മണി രാജാക്കന്മാർക്ക് കൈമാറിയതിനു ശേഷം അവർ അത് കൈവശപ്പെടുത്തി. ബ്രാഹ്മണി സുൽത്താനേറ്റിൻ്റെ കീഴിൽ ഗോൽക്കൊണ്ട പതുക്കെ പ്രശസ്തിയിലേക്ക് ഉയർന്നു. ബ്രാഹ്മണി സാമ്രാജ്യം പതുക്കെ ദുർബലമായതിനു ശേഷം സുൽത്താൻ ഖുലി 1518-ൽ ഔപചാരികമായി ഒരു സ്വതന്ത്ര സാമ്രാജ്യം സ്ഥാപിച്ചു. ഗോൽക്കൊണ്ട ആസ്ഥാനമായുള്ള കുത്തുബ് ഷാഹി രാജവംശമാണത്. 62 വർഷത്തിനിടയിൽ ആദ്യത്തെ 3 കുത്തുബ് ഷാഹി സുൽത്താൻമാർ കോട്ട ഇന്നത്തെ ഘടനയിലേക്ക് വികസിപ്പിച്ചു. ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ കരിങ്കൽ കോട്ടയാണിത്. 1590-ൽ തലസ്ഥാനം ഹൈദരാബാദിലേക്ക് മാറ്റുന്നതുവരെ ഇത് കുത്തുബ് ഷാഹി രാജവംശത്തിൻ്റെ തലസ്ഥാനമായി തുടർന്നു. പിന്നീട് 7 കിലോമീറ്റർ പുറം മതിലുള്ള ഈ കോട്ട കുത്തുബ് ഷാഹികൾ വികസിപ്പിക്കുകയുണ്ടായി. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗോൽക്കൊണ്ടയിൽ ശക്തമായ ഒരു പരുത്തി നെയ്ത്ത് വ്യവസായം നിലനിന്നിരുന്നു. ആഭ്യന്തര കയറ്റുമതി ഉപയോഗത്തിനായി വലിയ അളവിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. So I'm half Indian and half Australian. But it's lovely and this is amazing. The camera is on the back. ലോക നിലവാരത്തിലുള്ള തുണികൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പേർഷ്യയിലേക്കും കയറ്റുമതി ചെയ്യപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഗോൽക്കൊണ്ട പ്രശസ്തമായി. കൂടാതെ ജാവ, സുമാത്ര, മറ്റ് കിഴക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ധാരാളം തുണികൾ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരവസരമുണ്ടായിരുന്നു. 8 മാസം നീണ്ടുനിന്ന ഉപരോധം മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിൻ്റെ കൈകളാൽ വീഴാൻ തുടങ്ങിയത് മുതൽ 1687-ൽ കോട്ട ഒടുവിൽ നാശത്തിൻ്റെ വക്കിലെത്തി. അദ്ദേഹം കുത്തുബ് ഷാഹി ഭരണം അവസാനിപ്പിച്ചു. അവസാനത്തെ ഗോൽക്കൊണ്ട രാജാവായ അബുൾ ഹസൻ താന ഷായെ തടവിലാക്കി. പഴയകാലത്ത് വജ്രത്തിൻ്റെ പേരിൽ ഏറ്റവും പേരുകേട്ട സ്ഥലമായിരുന്നു ഗോൽക്കൊണ്ട. ഗോൽക്കൊണ്ട കോട്ടയിൽ പ്രശസ്തമായ കോഹിനൂർ, ഹോപ്പ് വജ്രങ്ങൾ മറ്റ് വജ്രങ്ങൾക്കൊപ്പം സൂക്ഷിച്ചിരുന്ന ഒരു നിലവറ കൂടി ഉണ്ടായിരുന്നു. കൊല്ലൂരിനടുത്തുള്ള കൊല്ലൂർ ഖനിയിൽ നിന്നും ഗുണ്ടൂർ ജില്ലയിൽ നിന്നും കൃഷ്ണ ജില്ലയിലെ പരിതാല, അറ്റ്കൂർ എന്നിവിടങ്ങളിൽ നിന്നും തെക്കുകിഴക്കൻ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയതുമായ ഒട്ടേറെ വജ്രങ്ങൾക്ക് പ്രശസ്തമായ സ്ഥലമാണ് ഗോൽക്കൊണ്ട. അക്കാലത്ത് ലോകത്ത് അറിയപ്പെടുന്ന ഒരേയൊരു വജ്ര ഖനികൾ ഇന്ത്യയിലായിരുന്നു. വജ്രവ്യാപാരത്തിൻ്റെ വിപണി നഗരമായിരുന്നു ഗോൽക്കൊണ്ട. അവിടെ വിറ്റഴിക്കപ്പെട്ടിരുന്ന രത്നങ്ങൾ നിരവധി ഖനികളിൽ നിന്നാണ് വന്നത്. മതിലുകൾക്കുള്ളിലെ കോട്ടനഗരം വജ്ര വ്യാപാരത്തിന് പേരുകേട്ടതായിരുന്നു. ഗോൽക്കൊണ്ടയിലെ ഖനികളിൽ നിന്ന് നിരവധി പ്രശസ്തമായ വജ്രങ്ങൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. ഉദാഹരണമായി ദാരിയ-ഇ-നൂർ, കോഹിനൂർ, നൂർ ഉൽ ഐൻ, ഹോപ്പ് ഡയമണ്ട്, പ്രിൻസി ഡയമണ്ട്, റീജന്റ് ഡയമണ്ട്, വിൽസ് ബാച്ച് ഗ്രാഫ് ഡയമണ്ട് എന്നിവ ഇതിൽപ്പെടുന്നു. It's a wonderful experience of Indian culture and history. Thank you. Oh, it's wonderful. India is my home place as well as Australia, so I'm very lucky to be back here in India and at this wonderful fort. You are from? Melbourne, Australia. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ഈ പ്രദേശം മുഴുവൻ സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 10 കിലോമീറ്റർ നീളമുള്ള പുറം മതിലുള്ള 4 വ്യത്യസ്ത കോട്ടകളാണ് ഗോൽക്കൊണ്ടയിലുള്ളത്.
87ഓളം അർദ്ധ വൃത്താകൃതിയിലുള്ള കൊത്തളങ്ങളും കൂടാതെ 8 കവാടങ്ങൾ, 4 ഡ്രോ ബ്രിഡ്ജുകൾ, നിരവധി രാജകീയ അപ്പാർട്ട്മെൻറ്റുകൾ, ഹാളുകൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, സ്റ്റേബിളുകൾ എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇവയിൽ ഏറ്റവും താഴ്ന്ന ഭാഗം തെക്ക് കിഴക്കൻ മൂലയ്ക്ക് സമീപമുള്ള ഭീമാകരമായ ഇരുമ്പ് സ്പൈക്കുകൾ കൊണ്ട് നിർമ്മിച്ച ഫത്തേ ദർവാസയാണ്. വിജയ കവാടം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഫത്തേ ദർവാസയിൽ ഒരു അക്കോസ്റ്റിക് പ്രഭാവം അനുഭവപ്പെടുന്നതായി കാണാം. കിഴക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന ബാലാ ഹിസാർ ഗേറ്റാണ് കോട്ടയിലേക്കുള്ള പ്രധാന കവാടം. ചുരുൾ പണികളുടെ നിരകളാൽ അതിരിടുന്ന ഒരു കൂർത്ത കമാനമുണ്ട്. നിരവധി അലങ്കാര പ്രവൃത്തികൾ ചെയ്ത വൃത്താകൃതിയിലുള്ള ഒരു കമാനം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വാതിലിന് മുകളിലുള്ള ഭാഗത്ത് അലങ്കാര കമാനാകൃതിയിലുള്ള ഒരു മാടത്തിന് ചുറ്റും അലങ്കരിച്ച നിരവധി കൊത്തുപണികൾ കാണാം. ഹിന്ദു ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ മികച്ച ഒരു ഉദാഹരണം കൂടിയാണ് ഈ കോട്ട. ഇബ്രാഹിം പള്ളിക്കും രാജാവിൻ്റെ കൊട്ടാരത്തിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ജഗദംബ ക്ഷേത്രം എല്ലാ വർഷവും ബോണലു ഉത്സവ സമയത്ത് ലക്ഷക്കണക്കിന് ഭക്തർ സന്ദർശിക്കാറുള്ള ഒരു സ്ഥലം കൂടിയാണ്. ജഗദംബ ക്ഷേത്രത്തിന് ഏകദേശം 900 മുതൽ 1000 വർഷം വരെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ആദ്യകാല കാകതീയ കാലഘട്ടം മുതലുള്ളതാണവ. സമീപത്ത് ഗോൽക്കൊണ്ട കോട്ടയ്ക്കുകളിൽ ഒരു മഹാകാളി ക്ഷേത്രം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. കുത്തുബ് ഷാഹി രാജാക്കന്മാരുടെ ശവകുടീരങ്ങളും കോട്ടയിലുണ്ട്. ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്ന ഈ ശവകുടീരങ്ങൾ ഗോൽക്കൊണ്ടയുടെ പുറം മതിലിന് ഏകദേശം 1 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്നു. പൂന്തോട്ടങ്ങളും നിരവധി കൊത്തുപണികളുമുള്ള കല്ലുകളും ഇവയെ ചുറ്റിപ്പറ്റിയുണ്ട്. കോട്ടയ്ക്കുള്ളിൽ കാണപ്പെടുന്ന മറ്റ് കെട്ടിടങ്ങൾ ഇവയാണ്: ഷബ്ഷി കമാൻസ്, അഷ്ലാഖ് ഖാന, താരാമതി മസ്ജിദ്, രാമദാസ് ബന്ദിഖാന, ഒട്ടകത്തൊഴുത്ത്, കിൽവാട്ട്, മോർച്ചറി ഭാത്ത്, നാഗിന ബാഗ്, രാമശാസ്ത്രിയുടെ കോത, ദർബാർ ഹാൾ, അംബർഖാന തുടങ്ങിയവയാണവ. ഗോൽക്കൊണ്ട കോട്ടയും ഹൈദരാബാദിലെ മറ്റ് കുത്തബ് ഷാഹി രാജവംശ സ്മാരകങ്ങളും കൂടാതെ ചാർമിനാർ, കുത്തബ് ഷാഹി ശവകുടീരങ്ങൾ ഇവയെല്ലാം തന്നെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ചാരികളെയും ചരിത്രകാരന്മാരെയും ഗവേഷകരെയും ഒരുപോലെ അമ്പരപ്പിക്കുന്ന ഒരു ചരിത്ര സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭൂതകാലം നമ്മുടെ ഓരോ ശിലകളിലും നമുക്ക് അനുഭവവേദ്യമാണ്. തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് തെലങ്കാനയിലെ ഈ ഗോൽക്കൊണ്ട കോട്ട.